ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 2023 മലയാളത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം ബാക്കി ഒരുപാട് PYQ റിലേറ്റഡ് ഫാക്ട്സും സോഴ്സും അടക്കമുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അത് കാണാത്തവരത് കാണുക. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് എല്ലാം. ഇനി മലയാളത്തെ പറ്റി പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. ആശ നശിച്ചവൻ. ആശ നശിച്ചവൻ്റെ ഒറ്റപ്പദമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹതാശൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആശ നശിച്ചവൻ ഹതാശൻ. ഹതാശൻ. വിപരീത പദം തിരഞ്ഞെടുക്കുക. സൂക്ഷ്മം. സൂക്ഷ്മത്തിൻ്റെ ഓപ്പോസിറ്റാണ് സ്ഥൂലം. സ്ഥൂലത്തിൻ്റെ ഓപ്പോസിറ്റാണ് സൂക്ഷ്മം. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ മൈക്രോ മാക്രോൻ്റെ മലയാളമാണ്. സൂക്ഷ്മത്തിൻ്റെ ഓപ്പോസിറ്റാണ് സ്ഥൂലം. ഓക്കെ, ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. ലതാഗ്രഹം. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെൽ ചെക്കാണ് മലയാളത്തിൽ വരുമ്പോൾ. ലതാഗ്രഹം. ലതാഗ്രഹം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മലയാളം ഫസ്റ്റ് ബെൽ ചാനലിൽ നിമി മിസ് പറയുന്നത് പോലെ തലയുടെ ത. തലയുടെ ത. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളത് മെയിനായിട്ട് എൻ്റെ കയ്യിലൊരു ഗൈഡ് ഉണ്ട്. പിന്നെ മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് ക്വിസ് ബോട്ടുകളൊക്കെ വരും. അത് ഞാൻ ഒത്തിരി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ലളിതം പബ്ലിക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഇതുപോലെ ചോദ്യം ഉണ്ടാവും, ഉത്തരം ഉണ്ടാവും, അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ലളിതം പബ്ലിക്കേഷൻ്റെ. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് പ്രയാണം എന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ നിന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പകരം പദം തിരഞ്ഞെടുക്കുക. പകരം പദം തിരഞ്ഞെടുക്കുക. ക്ഷണനം. ക്ഷണനം. ക്ഷണനം എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷണമല്ല, തെറ്റിദ്ധരിക്കരുത്. ക്ഷണം എന്ന് വരുമ്പോഴാണ് ഇൻവിറ്റേഷൻ എന്നുള്ളൊരു മീനിങ് ഒക്കെ വരുന്നത്. ക്ഷണനം എന്ന് പറയുമ്പോൾ വധം എന്നുള്ളതാണ് മീനിങ്. ഓപ്ഷൻ ബി വധം എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം. പദം പിരിച്ചെഴുതുക. പദം പിരിച്ചെഴുതുക. വാഗ്വിലാസം. വാഗ്വിലാസത്തിൻ്റെ പിരിച്ചെഴുതുമ്പോൾ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വാക്ക് പ്ലസ് വിലാസമാണ് വാഗ്വിലാസം. വാക്ക് പ്ലസ് വിലാസം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കണക്ഷൻസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ചേർത്തെഴുതുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പല തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ ചേർത്തെഴുതലിൻ്റെ ഈ സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ശരത്ചന്ദ്രൻ എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ ഡി ആണ്. വേറെ അവിടെ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് കറക്റ്റായിട്ട് എഴുതുമ്പോൾ. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100-ൽ 99 ജയിച്ചു. അടുത്തത്, ഇത്തവണ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിലേറെ വർധനവ് കാണുന്നു. 100-ൽ 99% പേരും വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിലേറെ വർധനവ് കാണുന്നു. 100-ൽ 99% വിജയിച്ചു. ഇവിടെ ഏറ്റവും കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. 100-ൽ 99%ൻ്റെ ആവശ്യം അവിടെ ഇല്ല അല്ലേ. അടുത്ത ചോദ്യം. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത്. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ജലധാരം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മഞ്ഞിൻ്റെ പര്യായം? നീഹാരം, പ്രാലേയം, തുഷാരം. നീഹാരം, പ്രാലേയം, തുഷാരം. തുഷാരമൊക്കെ നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടതാണ് അല്ലേ. മഞ്ഞിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തതാണ് ഇവിടെ ചോദ്യമായിരുന്നത്. അടുത്ത ചോദ്യം. അനിശ്ചിതത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്നത്. അനിശ്ചിതത്തിൽ തുടരുക. തത്തുല്യമായിട്ട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഡിഫോൾട്ട് ഓഫ് അഗ്രിമെൻറ്റ് ഇൻ, ഡാൻസ് ടു വൺസ് ട്യൂൺ, ഹാങ് ഇൻ ദ ബാലൻസ്. അപ്പോൾ ഇവിടെ ഹാങ് ഇൻ ദ ബാലൻസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
അടുത്ത ചോദ്യം ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച മലയാള വിവർത്തനം കണ്ടെത്തുക. ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ശീർഷകം ആകർഷകമാക്കുക, തലയ്ക്കടിയേൽക്കുക എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹിറ്റ് ദി ഹെഡ്ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക എന്നുള്ളതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മലയാളത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ചോദ്യം, കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കൂടെ ഇരുന്ന് കഴുത്തറക്കുക. വിനാശകാല വിപരീത ബുദ്ധി, കെട്ടകാലത്ത് കെട്ട ബുദ്ധി, കൂടുവിട്ട് കൂടുമാറുക, അടുത്തുകൂടി ചതിക്കുക. കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? അടുത്തുകൂടി ചതിക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ. അടുത്ത ചോദ്യം, എറൗണ്ട് ദി കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100-ൽ 95 അപ്പോൾ ഇതേമാതിരത്തെ ഒരു ക്വസ്റ്റ്യൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടല്ലേ. 100-ൽ പിന്നെ 95 എന്ന് പറയേണ്ട കാര്യമില്ല, 100-ൽ നിന്ന് പറയേണ്ട കാര്യമില്ല വിജയശതമാനം പറയുമ്പോൾ. ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അപ്പോൾ ഇവിടെ തെറ്റില്ലാത്തത് ചൂസ് ചെയ്യാനാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അടുത്ത ചോദ്യം, പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസംഗിക്കുന്നയാളിൻ്റെ ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്രസംഗകൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ തെറ്റെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാസംഗകൻ നമ്മൾ പലപ്പോഴും ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. സോ അതൊക്കെ തെറ്റാണ്. പ്രസംഗകൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഏത് സന്ധിയാണ് എന്നുള്ളതൊക്കെ, അതായത് തണുപ്പ് ഉണ്ട് എന്നുള്ളത് കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് സന്ധിയായിട്ടാണ് മാറുന്നത്, ലോപസന്ധിയാണോ എന്നുള്ളതൊക്കെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നേരെ തിരിച്ചും പിരിച്ചെഴുതാനും നേരെ തിരിച്ചും രണ്ട് രീതിയിലും ചോദ്യം ചോദിക്കാറുണ്ട്. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? തണുപ്പ് പ്ലസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ളതാണ്. തണുപ്പ് പ്ലസ് ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് എന്താണ്? പെരുമ്പറയാണല്ലേ. പെരുമ്പറയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഏതെന്നുള്ളതാണ്. ധരണി, വസുധ, മേദിനി ഇതൊക്കെ പര്യായമാണ്. അപ്പോൾ ഭൂമിയുടെ പര്യായം എന്തൊക്കെയാണ്? ധരണി എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലോട്ട് പഠിക്കേണ്ടതാണ് അല്ലേ. ധരണി, വസുധ, മേദിനി ഇതൊക്കെ പര്യായമാണ്. ജനിത്രി എന്നുള്ളതാണ് പര്യായം അല്ലാത്തത്. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. വിവൃതം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ്? സംവൃതമാണ് വിവൃതം. വിവൃതം. ഓക്കെ, അപ്പോൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആവൃതം, അനാവൃതം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വിവൃതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സംവൃതമാണ്. ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായതിനെ നമ്മൾ എന്താണ് പറയുക? സർവജനീയം. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു ചോദ്യമാണ്. സർവജനീയം. ഓക്കെ, അടുത്ത ചോദ്യം, എതിർലിംഗം എഴുതുക. യാത്രികൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം എന്താണ്? അതിപ്പോൾ PSC ഡിലീറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏത്? നിലമറിഞ്ഞ് വിത്തിടണം, പുള്ളുവൻ പാടുന്നതേ വീണ പാടു, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? തൊഴിലിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്നത് ഇതിലേതൊക്കെയാണ്? ഓപ്ഷൻ സി മാത്രമാണ് അല്ലേ. ഓപ്ഷൻ സി 3 മാത്രമാണ്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്നുള്ളതാണ് തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നത്. സോ അവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ
വളരെ അഭിവൃദ്ധിയുമുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ചിഹ്നമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതുന്നുള്ളത് എന്നൊക്കെയാണ്. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? അലിംഗ ബഹുവചനം. അപ്പോൾ നമുക്ക് വചനം പഠിക്കാനുണ്ട് അല്ലേ? നമ്മൾ സിലബസിൽ വചനം പഠിക്കാനുണ്ട്. വചനം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഏകവചനം എന്ന് പറയുമ്പോൾ ഏകം, ഒറ്റ, സിംഗുലർ എന്നുള്ളത്. ബഹുവചനം എന്ന് പറയുമ്പോൾ പ്ലൂരൽ അല്ലേ, ഒന്നിൽ കൂടുതലുള്ളതാണ് ബഹുവചനം വരുന്നത്. ബഹുവചനത്തിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ? അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം എന്നൊക്കെ പറഞ്ഞ്. സലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബഹുവചനത്തിൽ പറയുന്ന ആൾക്കാരുടെ വചനം ഏതാണ്, ലിംഗം ഏതാന്നുള്ളത് നമുക്ക് വചനമല്ല, ലിംഗം ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ സലിംഗത്തിന് എക്സാമ്പിളാണ് ഇപ്പോൾ അധ്യാപികമാർ എന്നൊക്കെ പറയുമ്പോൾ അധ്യാപികമാർ അവിടെ സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അല്ലേ പറയുന്നത്. അതാണ് എന്ത്? സലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ അവിടെ ലിംഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതാണ് അലിംഗ ബഹുവചനം. അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ് ചോദ്യം? അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അധ്യാപകർ, നിലങ്ങൾ, വെള്ളക്കാർ, മലയാളികൾ. അപ്പോൾ ഇതിലേതാണ് അലിംഗ ബഹുവചനം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിലങ്ങൾ മാത്രമാണ് അലിംഗ ബഹുവചനം അല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ. 1000 പ്ലസ് ആണ്ട്, ഈ ക്വസ്റ്റ്യനും PSC റിപ്പീറ്റ് ചെയ്യാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചേർത്തെഴുതിയതിൽ വെച്ച് തന്നെ 1000 ആണ്ട്. 1000 ആണ്ട് എന്ന് പറയുമ്പോൾ 1000 ആണ്ട് എന്നുള്ളതൊന്നും അല്ല, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 1000 പ്ലസ് ആണ്ട് എന്താണ്? 1000 ആണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു ചോദ്യമാണ്. മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. ഇപ്പോൾ പര്യായം ഏതൊക്കെയാണ്? ഘനം, അഭ്രം, വാരിധം, ഇതൊക്കെ മേഘത്തിൻ്റെ പര്യായമാണ്. വാരിധം എന്ന് പറഞ്ഞാൽ മേഘമാണ്. വാരിജം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജലത്തിലുണ്ടാവുന്നതാണ്. ജലത്തിലുണ്ടാവുന്ന താമരേനെയാണ് വാരിജം എന്ന് പറയുന്നത്. വാരിധം എന്ന് പറഞ്ഞാൽ ദംധം, മേഘം ആണ്. ഓക്കെ, കാഞ്ചിയാണ് ഇവിടെ പദത്തിൻ്റെ പര്യായമല്ലാത്തതായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മേഘത്തിൻ്റെ പര്യായം ഏതൊക്കെയാണ്? ഘനം, അഭ്രം, വാരിധം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? തെറ്റായ പദം ഏത് എന്നുള്ളതാണ്. ചെലവ്. ചെലവ് ശരിയായിട്ടുള്ള പദമാണ് അല്ലേ? ശരിക്കും നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിച്ച് ചിലവ് ആണ് കറക്റ്റ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, ചെലവ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. തത്വം എന്നുള്ളതും കറക്റ്റായിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് ത അല്ലേ? രണ്ട് താ വരും. തത്വത്തിന് രണ്ട് താ വരും, ഒറ്റത്താ അല്ല. ചുവപ്പ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടു കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? രണ്ട് കക്ഷിയിലും ചേരുന്നവൻ. സ്വർഗത്തിലെ കട്ടുറുമ്പ്, അകമ്പടി ചോറ്റുകാർ, ആലത്തൂർ കാക്ക, കായംകുളം വാൾ. കായംകുളം വാൾ എന്നുള്ളതാണ് ഇവിടെ ശൈലിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്നൊരു ശൈലിയാണ്. കായംകുളം വാൾ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷിയിലും ചേരുന്നവൻ എന്നുള്ളതാണ് മീനിങ്. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ, 800 എന്ന പദം പിരിച്ചെഴുതിയാൽ n+100 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. 800 എന്നുള്ളത് സെയിം തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. സെയിം n+100. ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത്? ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? സുകരം. സുകരത്തിൻ്റെ ഓപ്പോസിറ്റാണ് ദുഷ്കരം. സുകരം, ദുഷ്കരം. സുകരം, ദുഷ്കരം. They have been building the new bridge since 2021. ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ എന്ത്? അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അവർ 2021 പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവർ 2021 തുടങ്ങി. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവർ 2021 തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. സോ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? നദിയുടെ പര്യായം ഏത്? നദിയുടെ പര്യായം ഏതാണ്? തടിനിയാണ്. തടിനി എന്നുള്ളതാണ് നദിയുടെ പര്യായമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം. ചഞ്ചലത്തിൻ്റെ വിപരീതം എന്താണ്? ചഞ്ചലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അചഞ്ചലമാണ് അല്ലേ? ചഞ്ചലം, അചഞ്ചലം. സചഞ്ചലം, സഞ്ചിതം, ചഞ്ചലത എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അചഞ്ചലമാണ് ചഞ്ചലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ പിരിച്ചെഴുതുക എങ്ങനെയാണ്? ഉണ്മ പിരിച്ചെഴുതിയ എങ്ങനെയാണ്? ഉൾ പ്ലസ് മാ ആണ്. ഉൾ പ്ലസ് മാ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ശരിയായ പദമേത്? പദശുദ്ധിയിൽ നിന്ന് അടുത്ത ചോദ്യം ശരിയായ പദമേത്? നിശ്ചയം, 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 നിശ്ചയം. ഓപ്ഷൻ സി ആണ് ഇവിടെ നിശ്ചയം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സമാന പദമേത്? ഇനൻ. ഇനൻ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റ്, തീ, വെയിൽ, സൂര്യൻ. ഇനൻ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം തെറ്റില്ലാത്ത വാക്യമേത്? തെറ്റില്ലാത്ത വാക്യമേത്? നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. നന്ദി പറയുന്നു എന്ന് മതി അല്ലേ? നന്ദി പറയുന്നു എന്ന് മതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ആയോധന കലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിൻ്റെ സമൃദ്ധി, അധ്വാനത്തിൻ്റെ മഹത്വം. അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു പഴഞ്ചൊല്ലാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്നുള്ളത്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ടിൻ്റെ പരിഭാഷ എന്ത്? വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്തുഗുണം 10 ഗുണം, വിതയ്ക്കുന്നവനുണ്ടോ കുതിക്കുന്നു. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. വിത്തുഗുണം 10 ഗുണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ. ഇ പ്ലസ് അൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ പ്ലസ് അൾ എന്ന് പറഞ്ഞാൽ ഇതളാണോ, ഇവളാണോ, ഇതാണോ, ഇയാളാണോ? ഇവളാണ് അല്ലേ? ഇവൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം കുളം കോരി ശൈലിയുടെ അർത്ഥം എന്ത്? കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മോടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. തീർച്ചയായിട്ടും കുളം കോരി എന്താണ്? നശിപ്പിക്കുകയാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? അപ്പം നിങ്ങൾ PSC പഠിക്കുമ്പോൾ നമ്മൾ ഈ പദശുദ്ധി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന വാക്കുകളിൽ ഒന്നാണ്. നമ്മൾ കുറേ പേര് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാമെന്നൊക്കെ നമ്മൾ തെറ്റായിട്ട് പറയാറുണ്ട്. അപ്പോൾ കറക്റ്റ് വാക്ക് എന്താണ്? ഹാർദം എന്നുള്ളതാണ് അല്ലേ? ഹാർദമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഭാർദവമല്ല, തെറ്റിക്കരുത്. ഹാർദം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അപ്പോൾ നമ്മൾ ബഹുവചനത്തെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇനി പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ബഹുവചനം പോലെ തോന്നും. വാക്ക് കാണുമ്പോൾ ഒരു ബഹുവചനത്തിൻ്റെ പോലെയാണ് എഴുതുക. നമ്മൾ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്കിനെ അങ്ങനെ മലയാളത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് എന്തിന് ഉദാഹരണമായിട്ട് വരുന്നത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പോൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ അത് ബഹുവചനമാണ്. അത് പൂജക ബഹുവചനമാണോ? അല്ല. വിദ്യാർത്ഥികൾ, ദൈവങ്ങൾ, ഇതൊന്നുമല്ല പൂജക ബഹുവചനത്തിന് ഉദാഹരണം. നമ്മൾ ഏതാണ് പഠിക്കുന്നത്? സ്വാമികളൊക്കെയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ബഹുലം എന്ന പദത്തിൻ്റെ വിപരീത പദം. ബഹുലം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? വിരളം. വിരളം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ബീറ്റ് ദി അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? ഒത്തുപിടിച്ചാൽ മലയും പോരും, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, അടിച്ചതിന്മേലടിച്ചാൽ അമ്മിയും പറക്കും, കാറ്റുള്ളപ്പോൾ പാറ്റണം. ഓപ്ഷൻ ഡി ആണല്ലേ. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നുള്ളതാണ് ബീറ്റ് ദി അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നുള്ളതിൻ്റെ ശരിയായ മലയാളത്തിലെ ചൊല്ല്. അടുത്ത ചോദ്യം 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമാസം എന്ന് പറഞ്ഞാൽ ഈ 2 വാക്കുകൾ കോമ്പൗണ്ട് വേർഡൊക്കെ പോലെയാണ് അല്ലേ? 2 വാക്കുകൾ കൂടിയിട്ടുള്ള വാക്കുകളാണ് 5-6. അങ്ങനത്തെ വാക്കുകളാണ് സമാസം എന്ന് പറയുന്നത്. അത് തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ 5-6 എന്ന് പറയുമ്പോൾ 5-6, അപ്പോൾ ഇത് രണ്ടിനും തുല്യ ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ രണ്ടിനും 2 വാക്കുകൾക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അത് എന്ത് സമാസം
സമാസമാണ്? ദ്വന്ദ്വ സമാസത്തിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പര്യായമല്ലാത്ത പദമേത്? കാനനം, വിപിനം, ആരണ്യം. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? കാടാണ് അല്ലേ? കാടിൻ്റെ പര്യായമാണ്. കാനന ചോലയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. അപ്പോൾ കാനനം, വിപിനം, ആരണ്യം ഒക്കെ കാടിൻ്റെ പര്യായമാണ്. ആനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനനം എന്ന് വെച്ചാൽ മുഖമാണ്. സോ ഇതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്, പര്യായമല്ലാത്ത പദം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ശരിയായ വാക്യമേത്? അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് തന്നെ സ്വയം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വയം എന്നുള്ള വാക്കിൻ്റെ ആവശ്യമില്ല. തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100ന് 90%. ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം, പല ഓപ്ഷനിൽ പല തരത്തിൽ വരുന്നുണ്ട് അല്ലേ? 100ന് എന്നുള്ളത് അവിടെ ആവശ്യമില്ല, 90% എന്നുള്ളത് മതി. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി. അപ്പോൾ അവിടെ അതൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? ലോപസന്ധി. ലോപസന്ധി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇങ്ങനെ വാക്കുകൾ, 2 വാക്കുകൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു വാക്ക് കുറയും, ഒരു അക്ഷരം കുറയുന്നതാണ് ലോപസന്ധി. ലോപിച്ചു പോവുക. അപ്പോൾ തണുപ്പുണ്ട്, നമുക്ക് നേരത്തെ പിരിച്ചെഴുതുകണേലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ് പ്ലസ് ഉണ്ട് എന്നുള്ളതാണ്. തണുപ്പ് പ്ലസ് ഉണ്ടാണ് തണുപ്പുണ്ട്. അപ്പോൾ ലോപിക്കുകയാണ് അല്ലേ അത് കൂട്ടിച്ചേർക്കുമ്പോൾ. അപ്പോൾ മരക്കൊമ്പ്, നെന്മണി, മനയോലൊന്നുമല്ല ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, തണുപ്പുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം. ശോണിമ എന്ന് വെച്ചാൽ എന്താണ്? ചുവപ്പാണ് അല്ലേ? ചുവപ്പാണ് ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം, ചുവപ്പ്. അടുത്ത ചോദ്യം, മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മായൻ. അപ്പോൾ കഥയും കഥാപാത്രങ്ങളും നമുക്ക് പഠിക്കാനുള്ളതാണ് സിലബസിൽ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുന്നതാണ് മായൻ. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ് മായൻ. ഉമ്മാച്ചു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 10 ക്വസ്റ്റ്യൻസ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണമുണ്ടോ? ഈ ശരത്ചന്ദ്രൻ PSCയുടെ ഫേവറേറ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മുടെ കട്ടച്ച ചന്ദ്രൻ, ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, തെറ്റിക്കരുത്. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കുറേ നേരമായി വാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിന് സമീപം വാഹനവും കാത്തു നിൽക്കുന്നു. കുറേ നേരമായി. അപ്പോൾ ഇതിൻ്റെ ശരിയായ വാക്യമാണ് തിരഞ്ഞെടുക്കാനുള്ളത്. കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? കുട്ടികൾ കുറേ നേരമായി സ്കൂളിന് സമീപം വാഹനം കാത്തു നിൽക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അപ്പോൾ മലയാളമിൻ്റെ പ്രൊനൗൺസിയേഷനിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും അപാകതകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് മലയാളം PYQ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് ആക്കി ഇടുന്നത്. ഓക്കെ, സോ ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതുക. ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതുക. ശോണ സ്ഫടികവള. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സെയിം വാക്കിൻ്റെ മീനിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശോണിതത്തിൻ്റെ മീനിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെമപ്പ് കുപ്പിവള, ചെമപ്പ് കുപ്പിവള. അപ്പോൾ ഈ ഒരു വാക്ക് പദശുദ്ധിയുടെ ഭാഗമായിട്ടും ചോദിക്കാറുണ്ട്. ചുമപ്പ്, ചെമപ്പ്, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം ചെമപ്പ് അല്ലെങ്കിൽ ശബ്ദ താരാവലിയിലൊക്കെ കൊടുത്തിട്ടുള്ള ഒഫീഷ്യലായിട്ട് കറക്റ്റായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ചെമപ്പ് എന്നുള്ളതാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ചെമപ്പ് കുപ്പിവള, ശോണ സ്ഫടികവള. അടുത്ത ചോദ്യം, ശരിയായ ഒറ്റപ്പദം. ശരിയായ ഒറ്റപ്പദം. ആദ്യന്തങ്ങൾ ഇല്ലാതെ, ആദ്യന്തങ്ങൾ ഇല്ലാതെ, ആദ്യം അന്തങ്ങൾ ഇല്ലാതെ. അപ്പം എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്? അനാദ്യന്തം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിപരീത പദം തിരഞ്ഞെടുക്കുക. ശാന്തം. ശാന്തത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്രോധം, അശാന്തം, രൗദ്രം, ദുഷ്ടം. എല്ലാം ഒരുപോലെ കൺഫ്യൂസിങ് ആണ്. ശാന്തത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? രൗദ്രം. ശാന്തത്തിൻ്റെ രൗദ്രമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, തെറ്റിക്കരുത്. ശാന്തം, രൗദ്രം, ശാന്തം, രൗദ്രം. എതിർലിംഗം എഴുതുക. വിധവ. വിധവയുടെ ഓപ്പോസിറ്റ് എന്താണ്? വിതുരനാണ് അല്ലേ? വിഭാര്യൻ എന്നൊക്കെ തെറ്റിക്കാൻ തരും, വിധവൻ എന്നൊക്കെ തരും. വിതുരനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. അജന്തം. അജന്തം. അജന്തം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എന്താണ്? അച്ച് പ്ലസ് അന്തം. അച്ച് പ്ലസ് അന്തം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. ചേർത്തെഴുതുക.
ചിത്ത് പ്ലസ് ലീനം, ചിത്ത് പ്ലസ് ലീനം ചേർത്ത് എഴുതുമ്പോൾ എന്താണ്? ചില്ലീനം. അപ്പോൾ തിരിച്ചും ചോദിക്കാം, ചില്ലീനം എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നും കൂടെ ചോദിക്കാം. ചില്ലീനം എന്ന വാക്കിൻ്റെയാണ് ചിത്ത് പ്ലസ് ലീനം. കുറച്ച് നമ്മൾ അത്ര കേൾക്കാത്തൊരു ഇതാന്ന് തോന്നുന്നു, എന്തായാലും ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഏകവചനമേത്? ഏകവചനമേത്? മകളർ, ഗുരുഭൂതർ, അവർ, മാറ്റാർ. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഗുരുഭൂതർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, യോജിച്ച പദം തിരഞ്ഞെടുത്ത് വാക്യം പൂർണ്ണമാക്കുക. യോജിച്ച പദം തിരഞ്ഞെടുത്ത് വാക്യം പൂർണ്ണമാക്കുക. കുട്ടികളെല്ലാം ഡാഷ് ഇരിക്കണം. കുട്ടികളെല്ലാം ഇപ്പോൾ യഥാസ്ഥാനത്തെ എങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കുട്ടികളെല്ലാം യഥാസ്ഥാനത്തു തന്നെ എന്നൊന്നും ആവശ്യമില്ല, യഥാസ്ഥാനം മതി. കുട്ടികളെല്ലാം യഥാസ്ഥാനം ഇരിക്കണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. അകത്തമ്മ ചമഞ്ഞ് നടക്കുകയെന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നാണോ? വലിയ മേന്മ നടിക്കുക, അമ്മമാരുടെ വേഷം കെട്ടുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ഏതാണ്? വലിയ മേന്മ നടിക്കുക അല്ലേ, വലിയ ഷോ കാണിച്ചിരിക്കുക, വലിയ മേന്മ നടിക്കുക എന്നുള്ളതാണ് അകത്തമ്മ ചമഞ്ഞ് നടക്കുക എന്നതിൻ്റെ മീനിങ്. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? അതിവാചാലൻ. അതിവാചാലൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് PSC കൊടുത്തത് അതാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പദശുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അന്തസ് എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? കറക്റ്റായിട്ടുള്ള വാക്കായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം അനശ്വരതയെ. അനശ്വര രാജൻ സിനിമ നടിയൊക്കെ ഉണ്ടല്ലോ. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അനശ്വര എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നശ്വരമായത് എന്നുള്ളത്. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കില്ല, അനശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കില്ല. ഓക്കെ, നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? നദിയുടെ പര്യായം അല്ലാത്ത പദം ദ്വീപവതി, ധുനി, സ്രോതസ് എന്നൊക്കെ പറഞ്ഞാൽ നദി തന്നെയാണ്. പയോധമാണ് നദിയുടെ പര്യായം അല്ലാത്ത പദം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാക്മയം ചേർത്തെഴുതുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ചോദ്യമാണ്. വാക്മയം എന്നുള്ളത് ചേർത്തെഴുതുകയാണെങ്കിൽ എന്താണ് വരിക? ഓപ്ഷൻ സി ആണല്ലേ, വാക്മയമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. വാക്ക് പ്ലസ് മയം, വാക്മയം. പലവുരു പിരിച്ചെഴുതുക. പലവുരു, പല പ്ലസ് ഒരു, പല പ്ലസ് ഉരു, പല പ്ലസ് കുരു. പലവുരു എന്താണ്? പല പ്ലസ് ഉരു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത്? ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനമൊക്കെ മലയാളത്തിലുണ്ട് അല്ലേ. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതും ദ്വിവചനം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് പരിഭാഷപ്പെടുത്തിയത്? PV ആൽബിയാണ് മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശത്തിൻ്റെ വരുമ്പോൾ പിന്നെ 1000-ഓളം, രണ്ടും കൂടെ ആവശ്യമില്ല, അതെങ്കിലും ഒന്ന് മതി. ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പം ഇതും ഉദ്ദേശം 20-നടുത്ത്, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട. ഏറെക്കുറെ 50-ലധികം ആളുകളെ വന്നുള്ളൂ. അവിടെയും തെറ്റാണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. സോ ഇതാണ് ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ. ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ, ഗ്രഹനായകൻ, ഗൃഹിണി. അപ്പോൾ ഇവിടെ കറക്റ്റ് ഏതാണ്? 2 അല്ലേ, ഗൃഹസ്ഥൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് പദശുദ്ധിയിലും ചോദിക്കുന്നതാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2 മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റ്. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്ന് പറയുമ്പോൾ അത് എന്തായാലും
എന്തായാലും ഒരു ബഹുവചനമാണല്ലേ. ബഹുവചനമാണ്. നമുക്ക് സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ മലയാളികൾ എന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനമാണല്ലേ. സോ 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സി 3 മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം. ഉൽഗതിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഉൽഗതിയുടെ ഓപ്പോസിറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ 1, 2, 3, 4 എന്ന് ചോദിച്ചാൽ മതി അല്ലേ. പക്ഷേ എക്സാം ഹാളിൽ ഒന്നും കൂടെ സമയം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ കൊടുത്തിട്ട്, അതും ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ആൻസർ വരുന്നത് 2 മാത്രം ശരി എന്നുള്ളതാണ്. ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം അധോഗതിയാണ്. അധോഗതി, ഉൽഗതി, അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ, മലരമ്പം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? മലര് പ്ലസ് അമ്പനാണോ, മലർ പ്ലസ് അമ്പനാണോ, മല പ്ലസ് രമ്പനാണോ, മല പ്ലസ് അമ്പനാണോ? മലര് പ്ലസ് അമ്പനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. 1 മാത്രം ശരി എന്നുള്ളതാണ്. എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. മലര് പ്ലസ് അമ്പൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 75ാമത്തെ ചോദ്യം, രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ. അപ്പോൾ ഇവിടെ ഏതാണ്? പര്യായമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ക്ഷണപ്രഭ മാത്രമാണ്, 4 മാത്രമാണ് ഇവിടെ പര്യായമല്ലാതെ വരുന്നത്. അതായത് നിശ, ത്രിയാമ, ക്ഷണത എന്നൊക്കെ പറഞ്ഞാൽ രാത്രി എന്നുള്ളതാണ് മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിന് എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം. ഇവിടെ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇവിടെ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാമെന്നുള്ളതാണ്. ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 3 മാത്രമാണ് ശരി. അതായത് വെൺ പ്ലസ് നീറ്, വെണ്ണ് നീറ്, വെള്ളനീർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വെൺ പ്ലസ് നീറ് എന്നുള്ളതാണ് കറക്റ്റ്. ശരിയായ പദം കണ്ടെത്തുക. ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. അതിഥി എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നാണ്. അതിഥി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആയിത്തയാണ് അല്ലേ. 1 മാത്രം ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ? ഒരേ മീനിങ്ങുള്ള പഴഞ്ചൊല്ലുകൾ. കൊച്ചി കണ്ടവന് അച്ചി വേണ്ട, കൈയാടിയാലേ വായയാടു, അട്ടയ്ക്ക് പൊട്ടക്കുളം, പനിക്ക് പട്ടിണി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഒരേ വസ്തുതയൊക്കെ കാണിക്കുന്നത്? ഏതൊക്കെയാണ്? സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2, 4 മാത്രം ശരി. കൈയാടിയാലേ വായയാടു, പനിക്കു പട്ടിണി എന്നുള്ളതാണ് കറക്റ്റായിട്ട്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏത്? തെറ്റായ തർജ്ജമ ഏതെന്നുള്ളതാണ് ചോദ്യം. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതൻ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ അല്ലെങ്കിൽ റിട്ടൺ ഫോർമാറ്റിൽ വേണം എന്നുള്ളതാണ്. രേഖാമൂലം, അതും കറക്റ്റാണ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അനുകൂല പ്രതികൂല, അതിനെ അനുകൂലിക്കുന്നതും അതിനെ പ്രതികൂലിക്കുന്നതുമായ വാദങ്ങൾ. എ റെഡ് ലെറ്റർ ഡേ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അവസാന ദിവസം. ഇതാണ് തെറ്റായ തർജ്ജമ. തെറ്റായതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ബി, ഇത് മാത്രം ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. റെഡ് ലെറ്റർ ഡേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹാപ്പി ഡേ ആണ് അല്ലേ. നമ്മൾ കേൾക്കുമ്പോൾ റെഡ് ലെറ്റർ പേടിപ്പിക്കുന്ന ഒരു ഇതാണെങ്കിലും അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഹാപ്പി ഡേ എന്നുള്ളതാണ്. അതും കൂടെ ആലോചിച്ചിരിക്കും. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം തഥാഗതൻ എങ്ങനെ എഴുതാമെന്നാണ്. തഥാഗതൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം. അനൗദ്യോഗിക കത്ത്, ഔദ്യോഗിക കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഔദ്യോഗിക നടപടിക്കത്ത്. അർദ്ധ ഔദ്യോഗിക കത്ത് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വിശേഷണേ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. വ്യാകോശം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ചിവീടിൻ്റെ പര്യായ പദം എഴുതുക. ജില്ലിക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം അണിയിച്ചൊരുക്കുന്നവൾ എന്നാണ്. അണിയിച്ചൊരുക്കുന്നവളാണ്, ഒരുങ്ങുന്നവളല്ല. ഒരുക്കുന്നവളാണ് സൈരന്ധ്രി എന്ന് പറയുന്നത്. ബ്യൂട്ടീഷ്യൻ.
1983 പുഷ്പലത ചേച്ചിയെ ആലോചിക്കുക. പുഷ്പലത ചേച്ചിയാണ് ഒരുക്കിയത്. ഓക്കെ, അപ്പോൾ സൈരന്ധ്രി എന്നുള്ള വാക്ക് വെക്കുമ്പോൾ ചേച്ചീനെ ആലോചിക്കുക. പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് അനുനാദനം എന്നാണ്. അനുനാദനം എന്നാണ്. അടുത്ത ചോദ്യം, മണലു കണ്ട് കയറു പിരിക്കുക. മണലു കൊണ്ട് കയറു പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കഠിനമായ പരിശ്രമത്തിലൂടെ എന്തും നേടാം, ദുർബലമായവയെ കൊണ്ട് ഉറച്ചവ ഉണ്ടാക്കുക, ഉപയോഗപ്രദമായ കാര്യം ചെയ്യുക, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ചിലപ്പോൾ കൺഫ്യൂസിംഗ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. മണൽ കൊണ്ട് കയറു പിരിക്കുക, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം പുരാതന കവിത്രയങ്ങൾ, കവിത്രയം, ത്രയങ്ങൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കവിത്രയം എന്നുള്ളത് മതി, അതിൽ തന്നെ 3 എന്നുള്ളതുണ്ട്. പിന്നെ അവിടെ പ്ലൂരൽ ആക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആവശ്യമില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. പുരാതന കവിത്രയം എന്നുള്ളതാണ് ആൻസർ. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്ത്? ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകൂ. ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു. അപ്പോൾ ഏതാണ്? സ്പിരിറ്റ് ഈസ് വില്ലിംഗ്. മനസ്സിൽ ആഗ്രഹമുണ്ട് അല്ലേ? മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. അടുത്തത്, മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അടിവരയിട്ട പദത്തിന് സമാനമായ പദം ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. വാത്സല്യ ദുഗ്ധം, ദുഗ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? പയസ് എന്നുള്ളതാണ്. പയസ് എന്നുള്ളതാണ് മീനിങ്. പയസ് എന്ന വാക്കിനർത്ഥം എന്താണ്? പാല്. വാത്സല്യ ദുഗ്ധം, പാല് കുടിച്ചാലല്ലേ, അതാണ് പയസ്, പാല്. ഓക്കെ, അതാലോചിച്ചിരിക്കും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏത്? സ്ത്രീലിംഗ രൂപം വിദേശി, വിദ്വേഷി, വിദുഷി, വിദ്യാർത്ഥി. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ, വിദ്വാൻ, വിദുഷി, ഓപ്പോസിറ്റ് ഒക്കെ പഠിക്കാനുണ്ട്. വിദുഷി എന്നുള്ളതാണ് സ്ത്രീലിംഗ രൂപം. അടുത്ത ചോദ്യം, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. ഇതും PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ചോദ്യമാണ്. തണ്ടാർ എങ്ങനെയാണ്? തൺ പ്ലസ് താറാണോ, ആറാണോ, ടാറാണോ? തൺ പ്ലസ് താർ എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, അബ്ജദളാക്ഷൻ ഘടക പദമാക്കുക. അബ്ജദളാക്ഷൻ, അബ്ജദളത്തിൻ്റെ അക്ഷിയുള്ളവൻ, അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ, അബ്ജം പോലെയുള്ള അക്ഷിയുള്ളവൻ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അബ്ജദളം പോലെ. അബ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയാണ് അല്ലേ. താമരയുടെ ഇല പോലെ അക്ഷിയുള്ളവൻ എന്നാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഏത്? ഏതാണ്? ആയം നോക്കി വ്യയം. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തു നേടിയെടുക്കാം അല്ലേ. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും, എന്തു നേടിയെടുക്കാം എന്നാണ് പറയുന്നത്. പയ്യത്തിന്നാൽ പനിയും തിന്നാം, നാക്കു നന്നെങ്കിൽ നാടടക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. എൻഡോഴ്സ്മെൻ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം ഏത്? ഏതാണ് മലയാള പദം? മേലെഴുത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള മലയാളം വാക്കെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർബഗരൌഷധങ്ങൾ താൻ. അടിവരയിട്ട പദത്തിന് അർബഗർ പകരം പറയാവുന്ന പദം ഇത്. അർബഗർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈ ജീവിതമൊക്കെ ആകെ ഒരു നരജീവിതമായിട്ട് വേദനയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് അല്ലേ, കുട്ടികളുണ്ടെങ്കിൽ. സോ ഓപ്ഷൻ എ ആണ്, കുട്ടികളാണ് അർബഗർ എന്ന വാക്കിൻ്റെ മീനിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ചില പരിപാടികൾ വീണ്ടും പുനഃപ്രേക്ഷണം ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ്. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഓരോരോ മാസം തോറും 500 രൂപ വീതം ഫീസ് കൊടുക്കണം. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. ഇതിലേതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദമേത്? സ്വാമികൾ. സ്വാമികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണല്ലേ. അഭിഭാഷകർ, വൃദ്ധന്മാർ, പുസ്തകങ്ങൾ. അപ്പോൾ ഇവിടെ ഏതാണ് അലിംഗ ബഹുവചന പദം? അഭിഭാഷകർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? തെറ്റായ പദമാണ് ചോദിച്ചേക്കുന്നത്. മൃച്ഛകടികം, അടിമത്തം. അടിമത്തമൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ക്രിയാപദം അധപതനം. അധപതനമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അധപതനമാണ് തെറ്റായിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. അടുത്തത്, ശരിയായ പദച്ചേർച്ച ഏത്? ശരിയായ പദച്ചേർച്ച ഏത്?
എരി പ്ലസ് തീ എരിതി, കട പ്ലസ് കോൽ കടക്കോൽ, ആ പ്ലസ് വൻ അവൻ, ദൃഢ പ്ലസ് ആയ ദൃഢമായ. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? എരി പ്ലസ് തീ ഈക്വൽ ടു എരിതി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, കുയിൽ എന്ന അർത്ഥം വരാത്ത പദമാണ്. കുയിൽ എന്ന അർത്ഥം വരാത്തത് പികം, കോകിലം, പരഭൃതം, കബോധം. കബോധമാണ് അല്ലേ? കബോധം എന്ന് വെച്ചാൽ പ്രാവാണ്. അതാണ് കുയിൽ എന്ന അർത്ഥം വരാത്ത പദം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. ജീവച്ഛവം, ചെലവ്, ത്രികോണം, ദ്വിത്വം. ഇതിലേതാണ് തെറ്റില്ലാത്തത്? ചെലവാണ് അല്ലേ? ബാക്കിയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. ചെലവാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ചിലവല്ല, ചെലവാണ് കറക്റ്റ്. ഇത് കറക്റ്റാണ്. കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൊള്ളിവാക്ക് എന്താണ്? വാക്ക് കൊണ്ട് കൊള്ളിക്കുക, ശക്തിയുള്ള വാക്ക്, വ്യക്തതയുള്ള വാക്ക് അല്ല, വേദനിപ്പിക്കുന്ന വാക്കാണ് അല്ലേ? കൊള്ളിച്ച് പറയാന്നൊക്കെ നമ്മൾ പറയില്ലേ, വേദനിപ്പിക്കുന്ന വാക്കാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ധാർത്തരാഷ്ട്രർ ആരാണ്? ധാർത്തരാഷ്ട്രർ ആരാണ്? ആരാണ് ധാർത്തരാഷ്ട്രർ? ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്തരാഷ്ട്രർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അല്ലെങ്കിൽ ധൂർത്തരായ പുത്രന്മാർ അങ്ങനെയൊന്നുമല്ല, ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്തരാഷ്ട്രർ. ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ഭാവുകനെ സംബന്ധിച്ചത് ഭുവനത്വം, ഭാവുകത്വം, ഭാവകത്വം, ഭാവനാത്വം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഭാവുകത്വം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏതാണ്? വരാത്തത് ഏതാണ്? അൻ, അൾ, തു, ആൻ. തു എന്നുള്ളതാണ് വരാത്തത്. ഉഭയലിംഗ പ്രത്യയം, സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത്. അടുത്ത ചോദ്യം, വെണ്ണക്കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ. വെണ്ണക്കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി, വെണ്ണ പ്ലസ് കട്ട ഉണ്ണി, വെണ്ണക്കട്ട പ്ലസ് ഉണ്ണി, വെണ്ണക്കട്ടത് പ്ലസ് ഉണ്ണി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? മധുരമൊഴി, മുക്കണ്ണൻ, നാൻമുഖൻ, കുന്നിൻ മകൾ. കുന്നിൻ മകൾ. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് കുന്നിൻ മകൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആഴക്കടലിൽ ഓളമില്ല. ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത്? ആഴക്കടലിൽ ഓളമില്ല. ഇതേ അർത്ഥം വരുന്ന ചൊല്ല് മിന്നുന്നതെല്ലാം പൊന്നല്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കും, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നിറകുടം തുളുമ്പില്ല. നിറകുടം തുളുമ്പില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം. അവൾ വളരെ മനോഹരിയായിരുന്നു എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട്. ദൂരം വളരെ കൂടുതലായിരുന്നു എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു. അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി. ഏറ്റവും ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്.